KSRTC പല കാലത്തിലും നഷ്ടത്തിലായിരുന്നു. പക്ഷെ ഇതുപോലൊരു നഷ്ടം ഉണ്ടായിട്ടില്ല. 47,000 ജീവനക്കാരുണ്ടായിരുന്നു ഉമ്മൻചാണ്ടി സർക്കാരുള്ള സമയത്ത്. അന്ന് ഇതിൻ്റെ 4/1 തുക കൊടുക്കണ്ട സ്റ്റേറ്റ് ഗവൺമെൻറ് സഹായിക്കാൻ. 5,000 ഷെഡ്യൂൾ ഉണ്ടായിരുന്നു അന്ന്. ഇപ്പം 3,000 താഴെ ഷെഡ്യൂളും 22,000 ജീവനക്കാരേ ഉള്ളൂ. അന്ന് കൊടുത്ത സർക്കാർ കൊടുത്ത സഹായത്തിൻ്റെ 5 ഇരട്ടിയാണ്, 4 ഇരട്ടി 5 ഇരട്ടിയാണ് ഇപ്പോൾ സ്റ്റേറ്റ് കൊടുക്കുന്നത്. അതെന്താ അങ്ങനെ പറ്റിയത്? ജീവനക്കാരുടെ എണ്ണവും കുറഞ്ഞു, അപ്പോൾ സാലറി ലയബിലിറ്റി കുറയില്ലേ? ഇതും കുറഞ്ഞു, ഷെഡ്യൂളും കുറഞ്ഞു, വണ്ടി അത്ര ഓടുന്നില്ല, പക്ഷെ ചിലവ് കൂടുകയാണ്. അതിൻ്റെ അർത്ഥം എന്താ? അതൊക്കെ ശ്രദ്ധിക്കണം. സേവനം മാത്രമല്ല, അതിനെയൊക്കെ കുറെ കൂടെ സെൽഫ് റിലയൻ്റ് ആക്കാനും കൂടി ശ്രമിക്കണം. മനസ്സിലായില്ലേ? അതങ്ങനെ പൊക്കോട്ടെ, ഇതിങ്ങനെ പൊക്കോട്ടെ. ഇത് സേവനമാണെന്ന് പറയാൻ പറ്റില്ല. സേവനത്തിൻ്റെ രീതി ചെയ്യണം. അല്ല, അതൊക്കെ ഒരു പോളിസി മാറ്ററാണ്. സ്വകാര്യ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഞങ്ങൾ സ്വാഗതം ചെയ്തിട്ടുണ്ട് നയപ്രഖ്യാപനത്തിൽ. അല്ലെന്നേ, ഞങ്ങൾ പറഞ്ഞല്ലോ, നമ്മൾ തന്നെ അസംബ്ലി പറഞ്ഞല്ലോ, ഗവൺമെൻറ് പല സ്ഥലത്തും ബിസിനസ് റൺ ചെയ്യാൻ പറ്റില്ല. ഒരു ഗവൺമെൻറ് കേപ്പബിൾ അല്ല. എല്ലാ ഗവൺമെൻറ്റുകളും അതിൽ നിന്ന് വിഡ്രോ ചെയ്യാണ്. ചില കമ്മിറ്റഡ് ആയിട്ടുള്ള ചില ഏരിയയിൽ മാത്രമേ നിൽക്കാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള സ്ഥലത്ത് ഗവൺമെൻറ്റിൻ്റെ ജോലി ഫെസിലിറ്റേറ്ററുടെ ജോലിയാണ്. വേറെ സൗകര്യങ്ങൾ ആളുകൾക്ക് വന്ന് ഇൻവെസ്റ്റ് ചെയ്യാനും ആളുകൾക്ക് സംരംഭങ്ങൾ കൊണ്ടുവരാനുമുള്ള അന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കുക, ഫെസിലിറ്റേറ്റ് ചെയ്യുക എന്നാണ്. ഗവൺമെൻറ് മുടക്കുന്ന പൈസ ഗവൺമെൻറ്റിന് 3 കൊല്ലത്തിനും 5 കൊല്ലത്തിനിടയിൽ തിരിച്ചു കിട്ടണം. അതാണ് നമ്മുടെ പോളിസി. ഇതൊക്കെ ഞാൻ പറഞ്ഞില്ല, കുറേ വാക്കുകൾ ഉപയോഗിച്ച് ഇതൊക്കെ 10-25 കൊല്ലമായിട്ട് ഇങ്ങനെ സ്റ്റാഗ്നൻ്റായി കിടക്കുകയാണ്, അനങ്ങാതെ കിടക്കുകയാണ്. നമ്മൾ ഈ പൊതുജനത്തിൻ്റെ പണം, നിങ്ങളത് ആലോചിക്കണം, ഞാനും നിങ്ങൾ കൊടുക്കുന്ന നികുതി പണം തെറ്റായ രീതിയിൽ മിസ്മാനേജ്മെൻറ്റ് കൊണ്ടത് നശിപ്പിക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഓരോ വർഷം ഓരോ കണക്കും പറഞ്ഞിട്ട് ഓരോ കാര്യം ഓരോ ന്യായം പറയുകയാണ്. അതിൽ നിന്ന് നമ്മൾ മോചിതരാവണം. ജനങ്ങളുടെ നികുതി പണം മുടക്കി ചെയ്യുന്ന സംരംഭങ്ങൾ അവിടെ എന്താണ് നടക്കുന്നത് എന്നുള്ള കൃത്യമായ പരിശോധന വേണം. 1 രൂപ സർക്കാരിൻ്റെ ചെലവാക്കുന്നുണ്ടെങ്കിൽ അത് നികുതി പണമാണ്. ആ നികുതി പണം ചെലവഴിക്കുന്നതിൽ സുതാര്യത വേണം. അതിന് ആവശ്യമായ കാലാനുസൃതമായ പരിഷ്കരണ കാര്യങ്ങൾ വേണം. ഇത് ഔട്ട്ഡേറ്റഡ് ആണ്, കാലഹരണപ്പെട്ട രീതികൾ ഇപ്പോഴും വെച്ചുകൊണ്ട് നടക്കുകയാണ്. അല്ല, അത് ഞങ്ങൾ അനൗൺസ് ചെയ്ത ഒരു വെൽഫെയർ സ്കീമല്ലേ, അതിന് ഗവൺമെൻറ് ഗ്രാൻഡ് കൊടുക്കും അവർക്ക്. അല്ലാതെ KSRTCക്കാരോട് പൈസ കൊടുക്കാൻ പറയും. ഗവൺമെൻറ് ഗ്രാൻഡ് കൊടുക്കും. ഗവൺമെൻറ്റിൻ്റെ ഒരു വെൽഫെയർ സ്കീമാണ്. ഞങ്ങൾ ജനങ്ങളോട് പറഞ്ഞ് ഡിക്ലെയർ ചെയ്ത ആ സ്കീമിന് ആവശ്യമായ പൈസ ബജറ്റിൽ മാറ്റിവെക്കും. മനസ്സിലായില്ല? അത് KSRTCയുടെ ബാധ്യത ആവില്ല. ഈ മൺസൂൺ കാലത്ത് മത്സ്യത്തിൻ്റെ പ്രജനനം നടക്കുന്ന ഏറ്റവും വലിയ സീസണാണ്. ആ സീസൺ സമയത്ത് വലിയ തോതിലുള്ള മത്സ്യബന്ധനം ഉണ്ടായാൽ, യന്ത്രവൽകൃത മത്സ്യബന്ധനം ഉണ്ടായാൽ അത് മത്സ്യത്തിൻ്റെ പ്രജനനത്തെ ബാധിക്കും എന്നുള്ള സയൻറ്റിഫിക് ആയിട്ടുള്ള ഫൈൻഡിങ്. അതുകൊണ്ടാണ് ആചാരം പോലെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഈ മാസങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് സയൻറ്റിഫിക് ഫൈൻഡിങ്. മറ്റൊരു ശാസ്ത്രീയമായ ഒരു കണ്ടുപിടുത്തം ഉണ്ടാകുന്നത് വരെ നമ്മളത് ഫോളോ ചെയ്യുകയാണ്. ഇപ്പം നമ്മൾ ഈ ട്രോളിങ് നിരോധിച്ചില്ലെങ്കിൽ മത്സ്യത്തൊഴിലാളികളുടെ ഭാഗത്തു നിന്ന് അതിശക്തമായ എതിർപ്പുണ്ടാവും, ഭയങ്കര എതിർപ്പുണ്ടാവും. സാധാരണ മത്സ്യത്തൊഴിലാളികളുടെ ഭാഗത്ത് നിന്ന് ഈ ട്രോളിങ് നിരോധിച്ചില്ലെങ്കിൽ അതിശക്തമായ എതിർപ്പുണ്ടാവും. പിന്നെ കാലാവസ്ഥ അനുകൂലമല്ലല്ലോ, അത് ഉറപ്പായിട്ട് പ്രൈവറ്റൈസ് ചെയ്യണമല്ലോ, അതെല്ലാം പ്രൈവറ്റൈസ് ചെയ്യണം. എല്ലാത്തിലും ചെയ്യേണ്ടി വരുമല്ലോ, തീർച്ചയായിട്ടും ചെയ്യേണ്ടി വരും. ലയിപ്പിച്ചുകൊണ്ട് നമ്മൾ ഇങ്ങനെ ചെയ്യണം. അതായത് ഇച്ചിരി വരുമാനമുള്ള ഒരു വീടും വരുമാനമില്ലാത്തൊരു വീടും കൂടി ഒരുമിച്ച് പോയെന്ന് ഓർത്തിട്ട് അതല്ല. നമ്മൾ സപ്ലൈകോയെ സെൽഫ് റിലയൻ്റ് ആക്കാനുള്ളൊരു സ്കീം നമ്മൾ പ്രഖ്യാപിക്കും. അല്ല, അത് വരുന്ന കണക്കിൽ എഴുതി വയ്ക്കാനേ പറ്റുള്ളൂ, അല്ലാതെ വേറെ ഗുണമില്ലല്ലോ. നമുക്ക് സപ്ലൈകോയ്ക്ക് മാർക്കറ്റിൽ ഇടപെട്ട് സാധാരണ മാർക്കറ്റിൽ വിലക്കയറ്റം ഉണ്ടാകുമ്പോൾ അവർ 13 എസെൻഷ്യൽ കോമോഡിറ്റീസിന് സബ്സിഡി കൊടുത്തിട്ടാണ്, വിതരണം ചെയ്തിട്ടാണ് മാർക്കറ്റിൽ ഇടപെടുന്നത്. ആ സബ്സിഡി കൊടുക്കേണ്ട തുക ഗവൺമെൻറ് കൊടുക്കുകയാണ്. അതിന് പകരം അവരെ സെൽഫ് റിലയൻ്റ് ആക്കി അവർക്കത് ഗവൺമെൻറ് സബ്സിഡി ഇല്ലാതെ തന്നെ അവർക്ക് സബ്സിഡി കൊടുക്കാൻ പറ്റാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് സപ്ലൈകോയെ എത്തിക്കാനാണ് ഞങ്ങൾ നോക്കുന്നത്. അല്ലല്ല, അവർ പൈസ ഒന്നും അടയ്ക്കുന്നില്ലല്ലോ, സർക്കാർ കൊടുക്കുന്ന പൈസയല്ലേ അവരടയ്ക്കുന്നത്. അതെങ്ങനെ ഉണ്ടാകുന്ന? ഒരു പൈസ ഇൻകം ജനറേറ്റ് ചെയ്യുന്നില്ല. സർക്കാരിൻ്റെ ഗ്യാരണ്ടിയിൽ അവർ കടം കൊടുക്കുന്നു, സർക്കാരിൻ്റെ പൈസ കൊടുത്ത് അവർ ബേസിക് കോർപ്പസ് ഉണ്ടാക്കുന്നു. അതുകൊണ്ട് എന്താ കാര്യം? ബാധ്യത മുഴുവൻ സർക്കാരിൻ്റെ ഇവരുണ്ടാക്കി വയ്ക്കുന്ന ബാധ്യത മാത്രമല്ല. ഇപ്പോൾ 30,000 കോടി ചിലവാക്കിയെന്ന് പറയും. പ്ലാനിലാണത് ചിലവാക്കിയെങ്കിൽ 3,000 കോടി രൂപ പട്ടികജാതിക്കാർക്ക് കിട്ടിയത്.
ഇപ്പം എത്രയാണെന്നറിയാം? 30,000 കോടി ചിലവാക്കിയപ്പോൾ 80 കോടിയാണ് പട്ടികജാതിക്കാർക്ക് കിട്ടിയത്. അതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷനെതിരാണത് അങ്ങനെ ചെയ്യുന്നത്. നമ്മൾ 30,000 കോടിയിൽ 3,000 കോടി അവർക്ക് കിട്ടുന്ന പൈസയാണ്. അത് പ്ലാനിലുണ്ടായിരുന്നെങ്കിൽ ആ പ്ലാനിൽ നിന്ന് അത് പുറത്തേക്ക് കൊണ്ടുപോയി, ബജറ്റിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോയിട്ട് 80 കോടി, 3,000 കോടി പട്ടികജാതിക്കാർക്ക് കിട്ടേണ്ട സ്ഥലത്ത് 80 കോടിയാണ് കൊടുത്തിരിക്കുന്നത്. അതല്ലെങ്കിലും ഉണ്ടാവില്ല. ഈ കാശ് PWDയെ കൊണ്ട് ചെയ്യിപ്പിച്ചിരുന്നെങ്കിൽ ഇതൊക്കെ ഉണ്ടാവുമായിരുന്നല്ലോ. ഉണ്ടാവില്ലേ? സ്പെഷ്യൽ സ്കീമായിരുന്നെങ്കിൽ എല്ലാം കൂടി ഒരുമിച്ച് തീരുമാനിക്കാൻ പറ്റില്ലല്ലോ. കിഫ്ബിയുടെ കാര്യം ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞു. അത് പഠിച്ച് ഒരു വിദഗ്ധ സമിതി അത് പഠിച്ച് അവർ റിപ്പോർട്ട് തരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുക്കും. അത് പരിശോധിക്കും, ഉറപ്പായിട്ട് പരിശോധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് കുറേ എണ്ണത്തിന് നമുക്ക് സെൽഫ് റിലയൻ്റ് ആക്കണം, കുറേ എണ്ണത്തിനെ സ്ട്രീം ലൈൻ ചെയ്യണം, കുറേ കാര്യങ്ങൾ ചെയ്യണം. ഇതുകൂടാതെ ഇപ്പോഴത്തെ ഈ സാമ്പത്തിക അവസ്ഥ കൂടാതെ ഈ ഗൾഫ് യുദ്ധം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പ്രശ്നം, നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലെന്ന് പറയുന്നത് റെമിറ്റൻസ് ആണ് ഗൾഫിൽ നിന്ന് വരുന്നത്. അതിൽ നിന്ന് കുറവ് വരുന്നുണ്ട്. 1. 2, പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർധനവ് കേരളം പോലത്തെ ഒരു കൺസ്യൂമർ സ്റ്റേറ്റിനെ ഗൗരവതരമായി ബാധിക്കും. കാരണം ഒരുപാട് ട്രക്കുകൾ പുറത്തു വരികയാണ്. വില കൂടാൻ, അല്ലെങ്കിൽ തന്നെ ഇൻഫ്ലേഷൻ, നാണ്യപ്പെരുപ്പ് ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം. ഇത്രമാത്രം ഈ വില വർധന ഉണ്ടായിരിക്കുന്നത് കൂടുതൽ വില വർദ്ധിക്കാനുള്ള ഇടയാക്കും. അപ്പോൾ സംസ്ഥാന ഗവൺമെൻറ്റിന് മീതെ, സംസ്ഥാനത്തിന് മീതെ കൂടുതൽ സമ്മർദ്ദം, വിലക്കയറ്റത്തിൻ്റെ, നാണ്യപ്പെരുപ്പത്തിൻ്റെ, റെമിറ്റൻസ് കുറയുന്നതിൻ്റെ സമ്മർദ്ദം കൂടി സമ്പദ് വ്യവസ്ഥയുടെ മീതെ ഉണ്ട്. അഡീഷണലാണ്. ഇതാണ് സ്ഥിതി. ഇതാണ് യഥാർത്ഥ